പെൻഷൻ എന്ന് പറയുമ്പം വിവിധമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ വിവിധ പെൻഷനെ കുറിച്ച് കൂടെ ഞാനൊന്ന് പറയാം. അത് ഒന്നാമത്തേത് കോമ്പൻസേഷൻ പെൻഷൻ. കോമ്പൻസേഷൻ പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റ് അബോളിഷ് ചെയ്ത് പോയി. അപ്പോൾ അബോളിഷ് ചെയ്ത് പോയപ്പോൾ ആ പോസ്റ്റിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനെ ഡിസ്ചാർജ് ചെയ്ത് വിടും എന്ന് പറയുമ്പോൾ അയാളെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാളുടെ ജോലി അവസാനിപ്പിച്ച് അയാൾ ജോലി മതിയാക്കി അയാൾക്ക് എന്താ പറയുക വിടുതൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുന്ന ഒരാൾക്ക് സർക്കാർ ഒരു ആനുകൂല്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അയാൾക്കൊരു 3 മാസം സമയം കൊടുത്തിട്ടുണ്ട്. ഹി ക്യാൻ ഓപ്റ്റ് എ പെൻഷൻ. ഒന്നുകിൽ ഒരു പെൻഷൻ ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്കൊരു പുതിയ ജോലി ഓപ്റ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തേത് ഇൻവാലിഡ് പെൻഷൻ. അപ്പോൾ ചില സർക്കാർ ജീവനക്കാർക്ക് നമ്മൾ ഇൻകേപ്പബിൾ ആയിരിക്കും അവരുടെ ജോലി, ചിലപ്പോൾ അസുഖം വന്നു, വല്ല സ്ട്രോക്ക് വരാം. ചിലപ്പം ഒരു ഡ്രൈവർ ആണെങ്കിൽ അയാൾ ഒരു ആക്സിഡൻറ്റ് പറ്റി കൈക്ക് സ്വാധീനം നഷ്ടപ്പെടാം. ഇപ്പോൾ ചില പ്രത്യേക ലാബിൽ ജോലി ചെയ്യുന്നവർക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അയാൾക്ക് ജോലി ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന പെൻഷനാണ് ഇൻവാലിഡ് പെൻഷൻ. ഇനി മറ്റൊരു പെൻഷനുണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്ന് പറയും. കാലാകാലങ്ങളിൽ സർക്കാർ പ്രായം നിർണ്ണയിക്കും, ഇത്ര പ്രായത്തിൽ നമ്മൾ റിട്ടയർ ചെയ്ത് പോകണമെന്ന്. അങ്ങനെ നിർണ്ണയിക്കുന്ന പ്രായത്തിൽ റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ.